വാഹനങ്ങളുടെ പുതിയ അപ്ഡേഷനും മോഡലും ഇന്ത്യൻ വിപണിയിലേക്ക് എത്തുമ്പോൾ ഓരോ മാറ്റങ്ങളും ഏറെ പ്രതീക്ഷയോടാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. അമേരിക്കൻ കമ്പനിയായ ടെസ്ലയുടെ വരവ് ഇന്ത്യയിലേക്ക് എത്തിയത് കഴിഞ്ഞ മാസമായിരുന്നു. ടെസ്ലയ്ക്കൊപ്പം തന്നെ എംജിയും കിയയും റെനോയുമൊക്കെ പുതിയ മോഡലുകൾ വിപണിയിലെത്തിക്കുകയും ചെയ്തു. ജൂലൈ എലോൺ മസ്കിന്റെ സ്വന്തം ടെസ്ല സ്വന്തമാക്കിയെങ്കിൽ ഈ മാസം അങ്ങ് വിയറ്റ്നാമിൽ നിന്നുള്ള വിൻഫാസ്റ്റിന്റെ പേരിലായിരിക്കും ഇന്ത്യൻ വാഹന വിപണി കൊണ്ടുപോവുക. വോൾവോയും മെഴ്സിഡീസും മഹീന്ദ്രയും പോലുള്ള ഇന്ത്യൻ വിപണിയുടെ മനസ്സറിഞ്ഞ കാർ നിർമ്മാതാക്കളും ഓഗസ്റ്റിൽ പുതിയ മോഡലുകളായി എത്തുന്നുണ്ട്. മുഖംമിനുക്കി വാഹനപ്രേമികൾക്കിടയിൽ എത്തുകയാണ് വോൾവോ XC. റീഡിസൈൻ ചെയ്ത ഡ്രാഗണൽ ഗ്രിൽ, മൾട്ടിസ്പോക്ക് അലോയ് വീൽ, സ്മോക്ക് ഔട്ട് ടൈൽ ലൈറ്റുകൾ എന്നിങ്ങനെ എക്സ്റ്റീരിയർ മാറ്റങ്ങളായാണ് C60യുടെ വരവ്. കളർ വേരിയൻസും ലഭ്യമാണ്. വലിയ 11.2 ഇഞ്ച് ടച്ച് സ്ക്രീനിൽ ക്വാൽക്കം സ്നാപ്ഡ്രാഗൺ ചിപ്സെറ്റ് ഉപയോഗിച്ചുള്ളതിനാൽ വേഗത ഇരട്ടിയായിട്ടുണ്ട്. 250 HP 2 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനും 8 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് തന്നെ തുടരാനാണ് സാധ്യത. മെഴ്സിഡീസ് AMG CLE 53 കൂപ്പെ ഇന്ത്യയിലെത്തും. CLE 300 കാബ്രിയോളിക്ക് മുകളിലുള്ള മോഡലാവും ഇത്. മറ്റ് AMG മോഡലുകളിലെ പോലെ പാൻ അമേരിക്കാന ഗ്രില്ലയും ക്ലോസ് ബ്ലാക്ക് ഡിഫ്യൂസറും സ്പോർട്ടി ലുക്ക് കൂട്ടുന്ന 4 എക്സോസ്റ്റുകളും AMG CLE 53 കൂപ്പയ്ക്കുണ്ടാകും. 11.9 ഇഞ്ച് ടച്ച് സ്ക്രീൻ, 12.3 ഇഞ്ച് ഡിജിറ്റൽ ക്ലസ്റ്റർ, AMG സ്പെക് സ്റ്റിയറിംഗ്, പവർഡ് സീറ്റുകൾ, വയർലെസ് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ, 64 കളർ ആംബിയന്റ് ലൈറ്റിംഗ്, ബംസ്റ്റർ ഓഡിയോ എന്നിവയാണ് 53 കൂപ്പയുടെ മറ്റു ഫീച്ചറുകൾ. മെഴ്സിഡീസ് കൂടാതെ ഇന്ത്യൻ വിപണിയിലേക്ക് ഒരു വിയറ്റ്നാം വാഹനം നിരത്തിലിറങ്ങാൻ പോവുകയാണ്. വിയറ്റ്നാമിൽ നിന്നുള്ള EV ബ്രാൻഡായ വിൻഫാസ്റ്റിന്റെ വരവ് ഫ്ലാഗ്ഷിപ്പ് SUV VF7ഉം വിൻഫാസ്റ്റ് VF6ഉം അവതരിപ്പിച്ചുകൊണ്ടായിരിക്കും ഇതിന് തുടക്കം കുറിക്കുന്നത്. 4545 mm വലിപ്പമുള്ള ക്രോസ് ഓവർ ലുക്കിലാണ് വാഹനം VF7 എത്തുക. ഇന്ത്യൻ മോഡലിന് 19 ഇഞ്ച് അലോയ് വീലും 190 mm ഗ്രൗണ്ട് ക്ലിയറൻസും നൽകിയിട്ടുണ്ട്. 12.9 ഇഞ്ച് ടച്ച് സ്ക്രീനിൽ വെന്റിലേറ്റഡ് സീറ്റുകൾ, റീക്ലീനിങ് പിൻസീറ്റുകൾ, ലെവൽ 2 ADAS സുരക്ഷാ ഫീച്ചറുകളും 7 എയർ ബാഗുകളും എന്നിങ്ങനെ പോകുന്നു പ്രധാന ഫീച്ചറുകൾ. വിൻഫാസ്റ്റ് VF7ൽ 70.8 kW LFP ബാറ്ററിയുമാണ് വരുന്നത്. 7.2 kW AC, CCS2 DC ഫാസ്റ്റ് ചാർജിംഗ് സൗകര്യങ്ങൾ, ഫ്രണ്ട് വീൽ ഡ്രൈവിംഗ്, 204 HP കരുത്ത്. ഓൾ വീൽ ഡ്രൈവിംഗിലാണെങ്കിൽ ഇത് 350 HP-യിലേക്ക് ഉയരും. റേഞ്ച് യഥാക്രമം 450 കിലോമീറ്ററും 431 കിലോമീറ്ററുമാണ്. VF7നേക്കാൾ അല്പം താഴെയുള്ള മോഡലായിട്ടാവും VF6നെ അവതരിപ്പിക്കുക. ഇത് ഓഗസ്റ്റ് അവസാനത്തിൽ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. VF6ന്റെ നീളം 4238 mm ആണ്. ടച്ച് സ്ക്രീൻ, ഗ്ലാസ് റൂഫ്, ADAS സുരക്ഷാ ഫീച്ചറുകൾ എന്നിവയെല്ലാം VF7ൽ നിന്നും ഉൾക്കൊണ്ടിട്ടുണ്ട്. 59.6 kW ബാറ്ററി, 4 വീൽ ഡ്രൈവിംഗിൽ 204 HP കരുത്തും 450 കിലോമീറ്റർ റേഞ്ചും VF6 നൽകും. വാഹനപ്രേമികളുടെ ഇഷ്ട കമ്പനിയുടെ മോഡലിൽ വരുന്ന വേരിയന്റും പുതിയ ഫീച്ചറും ഒരു എക്സ്പീരിയൻസ് ആവും നൽകുക. വാഹനങ്ങളുടെ പുതിയ അപ്ഡേഷനും മോഡലും ഇന്ത്യൻ വിപണിയിലേക്ക് എത്തുമ്പോൾ ഓരോ മാറ്റങ്ങളും ഏറെ പ്രതീക്ഷയോടെയാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്.